മുഖ്യമന്ത്രി അഖിലേഷ് യാദവും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവും തമ്മിൽ കുറച്ചുനാളുകളായി തുടരുന്ന തർക്കമാണ് ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ എത്തി നിൽക്കുന്നത്. സ്വന്തം നിലയിൽ തയ്യാറാക്കിയ 403 സ്ഥാനാർത്ഥികളുടെ പട്ടിക അഖിലേഷ് യാദവ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മുലായം സിംഗ് യാദവിന് നൽകി. സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവ് നേരത്തെ പ്രഖ്യാപിച്ച 175 പേർക്ക് വിജയസാധ്യതയില്ലെന്ന് പറഞ്ഞാണ് അഖിലേഷ് പുതിയ പട്ടിക തയ്യാറാക്കി നൽകിയത്. ആദ്യമായി MLA-മാരായ 75 പേരുടെ യോഗം അഖിലേഷ് യാദവ് ശനിയാഴ്ച വിളിച്ചു ചേർത്തിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നത് താനായതിനാൽ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്നാണ് അഖിലേഷിന്റെ നിലപാട്. ചർച്ച നടത്താതെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ അഖിലേഷിന്റെ നടപടിയിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അച്ചടക്ക ലംഘനത്തിന് അഖിലേഷിനെതിരെ നേതാക്കൾ നടപടി ആവശ്യപ്പെട്ടേക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ദേശീയ അധ്യക്ഷൻ മുലായം സിംഗ് യാദവാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വന്ന രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കൽ മുലായം സിംഗിന് എളുപ്പമാവില്ല. അഖിലേഷിന്റെ പട്ടിക അംഗീകരിക്കില്ലെന്ന് ശിവപാൽ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണമെന്ന അഖിലേഷിന്റെ ആവശ്യവും ശിവപാൽ യാദവ് തള്ളിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.